ഫ്രീഡം ക്വിസ് മത്സരത്തിൽ വീർ സവർക്കറെ കുറിച്ചുള്ള ചോദ്യം ഉൾപ്പെടുത്തിയതിന് അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത സർക്കാർ നടപടിയിൽ ഹൈക്കോടതി നാളെ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും. ചോദ്യാവലി തയ്യാറാക്കിയ അധ്യാപകൻ ഗുരുപ്രസാദ് റായ് ആണ് സർക്കാർ നടപടിക്കെതിരെ കോടതിയെ സമീപിച്ചത്. കാസർഗോഡ് പള്ളത്തടുക്ക AIP സ്കൂൾ അധ്യാപകനാണ് ഗുരുപ്രസാദ്. ബ്രിട്ടീഷുകാരിൽ നിന്നും ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യസമര സേനാനി ആരെന്നുള്ള ചോദ്യം ഉൾപ്പെടുത്തിയതാണ് വിദ്യാഭ്യാസ വകുപ്പിനെ പ്രകോപിപ്പിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട്. രേഷ്മ, എന്തായാലും നിർണായകമായ ഉത്തരവായിരിക്കും നാളെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക. എന്നിരുന്നാൽ കൂടിയും ഇതുവരെയുള്ള നിരീക്ഷണങ്ങൾ എങ്ങനെയാണ് കോടതിയുടെ? വിഷ്ണു, വീർ സവർക്കറുടെ ചോദ്യം ഉൾപ്പെടുത്തിയതിൽ തനിക്ക് സസ്പെൻഷൻ നടപടി നേരിട്ടിരിക്കുകയാണ്. ആ സസ്പെൻഷൻ നടപടി താൽക്കാലികമായിട്ട് സ്റ്റേ ചെയ്യണമെന്നുള്ളതാണ് ഇടക്കാല ആവശ്യമായിട്ട് അധ്യാപകനായിട്ടുള്ള ഗുരുപ്രസാദ് റായ് ഹൈക്കോടതിയിലെ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഇടക്കാല ആവശ്യത്തിന്മേലാണ് നാളെ ഹൈക്കോടതി തീരുമാനമെടുക്കുക. നാളെ ഉത്തരവ് പറയാമെന്നാണ് ജസ്റ്റിസ് ബിജു എബ്രഹാം ഇന്ന് ഹർജി പരിഗണിച്ച വേളയിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് പ്രധാനമായിട്ടും സംസ്ഥാന സർക്കാരിന്റെ അതോടൊപ്പം തന്നെ ഹർജിക്കാരന്റെ അഭിഭാഷകന്റെ വാദഗതികളാണ് ഹൈക്കോടതിയിൽ നടന്നത്. ഹർജിക്കാരൻ ചില അധിക രേഖകൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതായത് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 1-ാം തീയതി AEOയ്ക്ക് ഈ ചോദ്യപേപ്പർ മുഴുവനായിട്ടും താൻ അയച്ചു കൊടുത്തിരുന്നു. ഇമെയിൽ മുഖാന്തരം അയച്ചു കൊടുത്തതിന്റെ സ്ക്രീൻഷോട്ട് അടക്കമാണ് അധിക രേഖ എന്നുള്ള രീതിയിൽ ഹൈക്കോടതിയിൽ ഹർജിക്കാരന്റെ അഭിഭാഷകൻ, അതായത് അധ്യാപകൻ സമർപ്പിച്ചിട്ടുള്ളത്. അതായത് AEOയ്ക്ക് ഈ ചോദ്യം സംബന്ധിച്ചുള്ള കാര്യത്തിൽ എല്ലാ അറിവും ഉണ്ടായിരുന്നു. പക്ഷേ നടപടി സ്വീകരിച്ചത് തനിക്കെതിരെ മാത്രമാണ് എന്നുള്ളതാണ് അധ്യാപകൻ വാദമായിട്ട് ഇന്ന് ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. ആ സമയത്ത് ഹൈക്കോടതി ചില ചോദ്യങ്ങൾ, 2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ AEOയ്ക്ക് ഈ ചോദ്യം സംബന്ധിച്ച് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നല്ലോ, AEOയ്ക്കെതിരെ നടപടിയെടുത്തില്ലേ എന്നുള്ള ചോദ്യങ്ങളാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഇന്ന് ഈ ഹർജിയിന്മേൽ വാദം നടന്ന വേളയിൽ ഉന്നയിക്കപ്പെട്ടത്. അതായത് അധ്യാപകൻ അറിയിച്ചിട്ടുള്ളതിൽ താൻ ഈ ചോദ്യം ഉൾപ്പെടുത്തിയ സംഭവം അല്ലെങ്കിൽ ഈ ചോദ്യപേപ്പർ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും വ്യക്തത AEOയ്ക്ക് ഉണ്ടായിരുന്നു. തനിക്കെതിരെ മാത്രം ഒരു പ്രതികാര നടപടി സ്വീകരിച്ചു എന്നുള്ളതാണ് അധ്യാപകന്റെ വാദം. എന്തായാലും AEOയ്ക്കെതിരെ നടപടി എടുത്തില്ല എന്നുള്ള ഹൈക്കോടതിയുടെ ചോദ്യം ഏറെ പ്രസക്തമാണ്. കാരണം മതമൗലികവാദികളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അധ്യാപകനായിട്ടുള്ള ഗുരുപ്രസാദ് റായിയെ മാത്രം സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് സർക്കാർ കടന്നത്. സംസ്ഥാന സർക്കാർ ഇന്ന് മറുപടി സത്യവാങ്മൂലത്തിൽ ഹൈക്കോടതി അറിയിച്ചിട്ടുള്ളത് സസ്പെൻഷൻ എന്ന് പറയുന്നത് അച്ചടക്ക നടപടിയുടെ ഭാഗം മാത്രമാണ്. ഒരു പ്രാഥമിക ഘട്ടത്തിൽ മാത്രം നടപടികൾ മുന്നോട്ട് പോവുകയാണ്. ഇനിയും കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് അധ്യാപകന് അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. മാത്രമല്ല, കേവലം ചോദ്യം ഉന്നയിച്ചു അല്ലെങ്കിൽ ചോദ്യം ഉൾപ്പെടുത്തി എന്നുള്ളത് മാത്രമല്ല ഒരു കുറ്റമായിട്ട് കണക്കാക്കാൻ സാധിക്കുക. അക്കാദമിക തലത്തിൽ വലിയൊരു വീഴ്ച ഈ പ്രസ്തുത അധ്യാപകന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് കടന്നിട്ടുള്ളത്. ഒരു ശിക്ഷാ നടപടിയായിട്ട് ഈ സസ്പെൻഷനെ കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയിൽ DD അറിയിച്ചിട്ടുള്ള സത്യവാങ്മൂലം അതിൽ പറയുന്നത്. എന്തായാലും ഈ DDക്ക്, അതായത് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് സസ്പെൻഡ് ചെയ്യാനായിട്ടുള്ള എല്ലാവിധ അധികാരവും ഉണ്ടെന്നും സർക്കാരിന്റെ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ സത്യവാങ്മൂലം ഇന്ന് ഹൈക്കോടതി പരിശോധിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നാളെ ഇടക്കാല ആവശ്യത്തിന്മേൽ ഉത്തരവ് പുറപ്പെടുവിക്കാമെന്നുള്ള ഒരു നിലപാടിലേക്കും തീരുമാനത്തിലേക്കും ഇന്ന് സിംഗിൾ ബെഞ്ച് എത്തിയിരിക്കുന്നത്. എന്തായാലും അധ്യാപകൻ പറയുന്ന മറ്റൊരു വാദമുണ്ട്. അതായത് ഈ വീർ സവർക്കറുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ഉന്നയിച്ചതിന് ശേഷം ഈ സസ്പെൻഷൻ ഉത്തരവ് വന്നപ്പോൾ അതിൽ എന്ത് കാരണമാണ്, അതായത് ചരിത്രപരമായിട്ട് ഈ ഉത്തരത്തിന് തെറ്റുണ്ട് എന്നുള്ള കാര്യത്തിലേക്കൊന്നും സർക്കാർ കടന്നിട്ടില്ല. മാത്രമല്ല, ഒരു പ്രതികാര നടപടിയാണ് എന്തായാലും കൃത്യമായി പറഞ്ഞാൽ സർക്കാരിന്റെ പ്രതികാര നടപടി തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതിൽ എന്തായാലും കൃത്യമായൊരു തീരുമാനം തന്നെയാണ് ഇനി നമ്മൾ കാത്തിരിക്കേണ്ടത്. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് എന്തുത്തരവാകും ഉണ്ടാകുക എന്നുള്ളൊരു ആകാംക്ഷ തന്നെയാണുള്ളത്. രേഷ്മ ബാബുവാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.